എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ റെൻ്റൽ ഡീലേഴ്സിനെ തമ്മിൽ വളരെ സഹായകരമാവുന്ന കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അതായത് കുഴപ്പക്കാരായിട്ടുള്ള കസ്റ്റമറെ നമ്മൾ എങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഉള്ളത്. കാരണം ഒരു പ്രാവശ്യം ഒരു കുഴപ്പക്കാരനായ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അയാൾ പിന്നീട് നമ്മുടെ ഷോപ്പിൽ വരാണ്ട് വേറെ ടൂൾസ് റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പിൽ പോയി അവിടെയാവും പിന്നീട് പ്രശ്നമുണ്ടാക്കുന്നത്. ഈ ഒരു പാറ്റേൺ തടയാനാണ് സേഫ് റെൻ്റ് നമ്മൾ റെൻ്റൽ ഡീലേഴ്സിനെ സഹായിക്കുന്നത്. ഇതിനായി കുഴപ്പക്കാരായിട്ടുള്ള കസ്റ്റമറിനെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. കസ്റ്റമർ രജിസ്ട്രേഷൻ്റെ വീഡിയോ ഞാൻ സേഫ് റെൻ്റ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കസ്റ്റമർ രജിസ്ട്രേഷന് ശേഷം കുഴപ്പക്കാരനായ കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പ്രൊഫൈൽ ടൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനായി ഇവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റാറിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിനായി 1 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തതിന് ശേഷം ഇയാളെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. എന്നിട്ട് ഈ കാണുന്ന സ്ലൈഡർ വലത്തേക്ക് നീക്കിയതിന് ശേഷം സമർപ്പിക്കുക എന്ന ബട്ടൺ ഞെക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ കസ്റ്റമർ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കസ്റ്റമർ സേഫ് റെൻ്റ് ഉപയോഗിക്കുന്ന ഏതൊരു ഷോപ്പിൽ പോയി ടൂൾസ് വാടകയ്ക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന ആൾക്ക് ഇയാൾ അപകടകരനായ കസ്റ്റമർ ആണെന്നുള്ള മുന്നറിയിപ്പ് ഇതേപോലെ ലഭിക്കും. ഇയാളുടെ ഫോൺ നമ്പർ അടിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇയാളുടെ പേരും അഡ്രസ്സും ഇതേപോലെ കാണാൻ സാധിക്കും. ഇയാൾ ചെയ്ത കുഴപ്പത്തരവും നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ കാണുമ്പോഴേ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇയാൾ ഫോൺ നമ്പർ മാറ്റി പറഞ്ഞാണ് നിങ്ങളുടെ മെഷീൻ വാടകയ്ക്കെടുക്കാൻ വരുന്നതെങ്കിൽ പോലും കസ്റ്റമർ രജിസ്ട്രേഷൻ സമയത്ത് ഫേസ് ഡിറ്റക്ഷൻ വഴി ഇയാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ വീഡിയോയും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ റെൻ്റൽ ഡീലർമാർ രണ്ട് കാര്യം മാത്രം പഠിച്ചാൽ മതി. 1, കസ്റ്റമറിനെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. 2, ഒരു കുഴപ്പക്കാരനായ കസ്റ്റമറിനെ എങ്ങനെയാണ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുന്നത്. ഈ രണ്ട് കാര്യം പഠിച്ചാൽ മാത്രം മതി നമ്മുടെ മേഖലയിലുള്ള പ്രശ്നത്തിന് വലിയൊരു ആശ്വാസം ലഭിക്കാൻ. ഈ ഒരു അറിവ് ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ എല്ലാവരിലും എത്തണമെന്നില്ല. കഴിവതും ഈ ഒരു കാര്യം നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാരിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ആപ്പിനെ പറ്റി കൂടുതൽ പഠിക്കാനായി സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.